ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് ഈസി ഇംഗ്ലീഷ്. നമ്മൾ 2-3 കോൺവെർസേഷൻ എപ്പിസോഡുകൾ നോക്കി. അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും, അതിനകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏകദേശം ഒന്ന് തന്നെയാണ്. കാരണം ഡെയിലി സിറ്റുവേഷൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സെന്റൻസും റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് കുറച്ച് സെന്റൻസുകൾ പഠിക്കുക, ശരിക്കും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് സെന്റൻസ് പഠിച്ച് കൺഫ്യൂഷൻ ആക്കിയിട്ട് ഒരു കാര്യമില്ല. ആരോ പറഞ്ഞ പോലെ 1000 ട്രിക്ക് അറിയാവുന്നവനേക്കാൾ ഒരു ട്രിക്ക് 1000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തവനെയാണ് എനിക്ക് പേടി എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സെന്റൻസ് പഠിക്കുക, അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നമ്മളെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഇനി നമ്മൾ പറയുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുമ്പോൾ കേൾക്കുന്ന ആളിനത് മനസ്സിലാവുന്നുണ്ടോ, അവരുടെ എക്സ്പ്രഷൻ എന്താണ് എന്ന് മാത്രം നോക്കുക. അല്ലാതെ നമ്മളതിൻ്റെ ഗ്രാമർ കറക്ഷന് വേണ്ടി ഫുള്ള് ശ്രദ്ധിക്കാതിരിക്കുക. അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ലാംഗ്വേജ് എന്തിനാണ്? നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, അല്ല ഗ്രാമർ കറക്റ്റായിട്ട് സംസാരിക്കാനല്ല. ഓക്കെ, ലെറ്റ് us start. ഇനി ഒരു കാര്യം, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ് us move on to our episode. But before going to the episode, എന്താണ് അതിലുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ, ഫ്രൈസുകൾ ഞാനൊന്ന് ജസ്റ്റ് പറയും. അപ്പം നമുക്കത് കേൾക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ദിസ് ഈസ് ആക്ച്വലി എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 friends, Ram and John. Ram is working in an office. John went there to meet Ram. Then let us look what the conversation is going on. Knock, knocked, knocked. മുട്ടുക. Have to, ചെയ്യേണ്ടതുണ്ട്, വരാൻ പോണ കാര്യമാണ്. I would like to, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. Long time no see, ഒരുപാട് കാലമായി കണ്ടിട്ട്. It has been a long time since we last met എന്ന് പറയുന്നതിന് പകരമുള്ളതാണ്. നമ്മൾ മറ്റത് പറഞ്ഞാൽ മതി, അതാണ് കുറച്ചുകൂടെ നല്ലത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രയോഗിച്ചാണ്, എന്നാലും പുതിയ ഒരു ഫ്രേസ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ലീവ്, സ്ഥലം വിടുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. അപ്കമിങ്, വരാൻ പോകുന്ന. ദ അപ്കമിങ് മോഹൻലാൽ മൂവി വിൽ ബി എ സെൻസേഷണൽ വൺ. വരാൻ പോകുന്ന മോഹൻലാലിന്റെ മൂവി ഒരു സെൻസേഷണൽ മൂവി ആയിരിക്കും. അപ്കമിങ്, വരാൻ പോകുന്ന. അടുത്തത് ING പ്രയോഗം. റീച്ചിങ്, എത്തിച്ചേരൽ. ഗോയിങ്, പോകൽ. റൈറ്റിംഗ്, എഴുതൽ. ഇതിൻ്റെ കൂടെ ആഫ്റ്ററും ബിഫോറും ചേർത്താൽ ഈസി ആയിട്ട് നമുക്ക് സെൻസ് പ്രയോഗിക്കാം. ആഫ്റ്റർ റീച്ചിങ് ദെയർ യു ഷുഡ് കാൾ മീ, അവിടെ എത്തിയതിനു ശേഷം എന്നെ വിളിക്കുക. ആഫ്റ്റർ റീച്ചിങ് ദെയർ യു ഷുഡ് റൈറ്റ് മീ, നീ അവിടെ എത്തിയതിനു ശേഷം എനിക്ക് എഴുതുക. ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് പറയാം. ഓക്കെ, ലെറ്റ് us move on to actual episode. Someone is knocking on the door. രാമ ശ്രദ്ധിച്ചപ്പോൾ ആരോ കൊട്ടുന്നു. രാം, come in please. John enters. ജോൺ കടന്നു വരും. രാം, ഓ ദിസ് ഈസ് യു, വാട്ട് എ സർപ്രൈസ്. ഇത് നീയാണോ, എന്തൊരു അതിശയം. ജോൺ, ആർ യു ബിസി? രാം, നോ, വെയിറ്റ് എ മിനിറ്റ്, ഐ ഹാവ് ടു ഷട്ട് ഡൗൺ മൈ കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തോട്ടെ. ലോങ് ടൈം നോ സി, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഒരുപാട് കാലമായി കണ്ടിട്ട്, എങ്ങനെയൊക്കെ പോകുന്നു. അല്ലെങ്കിൽ വേർ യു, നീ എവിടെയായിരുന്നു. ഇങ്ങനെ പലതും മാറ്റി മാറ്റി ചോദിക്കാം. ഒരേ സെൻറ്റൻസ് തന്നെ ചോദിക്കുന്ന ഒരു നിർബന്ധമില്ല, നമ്മളെ മനോഗതം അനുസരിച്ച് ചോദിക്കും. ജോൺ, ഐ ആം ഫൈൻ ആൻഡ് യു. ഞാൻ ഫൈനാണ്, പിന്നെ നീ എങ്ങനെ. വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്, നമുക്കൊന്ന് നടക്കാൻ പോകാമോ. രാം, യെസ് ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ജോൺ അടുത്ത ചോദിക്കുന്നു, വുഡ് യു ലൈക്ക് ടു സീ എ മൂവി, ഒരു മൂവി കാണാൻ പോകാമോ. രാം, നോ, രാമിന് സമയമില്ല, ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ജോൺ അടുത്ത ചോദിക്കുക, വുഡ് യു ലൈക്ക് ടു സ്പെൻഡ് എ ഹോൾ ഡേ ഇൻ എ ബീച്ച് റിസോർട്ട്, ഒരു ബീച്ച് റിസോർട്ടിൽ ഒരു ദിവസം മൊത്തം ചെലവഴിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം രാമൻ അതിൽ വീണു. രാം, വെൻ. ജോൺ, നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. രാം, യെസ് ഷുവർലി. ഹൗ കൻ വി ഗോ ദെയർ, നമുക്ക് എങ്ങനെ അവിടെ പോവാം. ജോൺ, ലെറ്റ്സ് ഗോ ദെയർ ബൈ ട്രെയിൻ. ഇറ്റ് ഈസ് ചീപ്പ് ആൻഡ് കൺവീനിയൻറ്റ്. ട്രെയിനിൽ പോവാം, അത് ചീപ്പാണ്, കൺവീനിയൻ്റ് ആണ്. രാം, വെൻ ഇസ് ദ ട്രെയിൻ. ജോൺ, അറ്റ് 7 AM. രാം, എക്സ്പ്രസ് ഓർ പാസഞ്ചർ. ജോൺ, പാസഞ്ചർ ട്രെയിൻ. ലെറ്റ്സ് ഫൈനലൈസ് ഡേറ്റ് ടുമോറോ, നമുക്ക് നാളെ ഡേറ്റ് ഫൈനലൈസ് ചെയ്യാമെന്ന് ജോൺ അങ്ങ് പറഞ്ഞു. രാം, ഓക്കെ, ലെറ്റ്സ് ലീവ് നൗ, നമുക്കിപ്പോൾ പോകാം. ആഫ്റ്റർ ടേക്കിംഗ് ടീ ദ ലെഫ്റ്റ് ഹോം. ചായ കുടിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോയി. ആഫ്റ്റർ ഹാവിംഗ് ടീ ദ ലെഫ്റ്റ് ഹോം. ഈ ആഹാരമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഹാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കിംഗ് എന്ന അർത്ഥം എടുക്കുക, അതോട് പ്രസന്റ് ചെയ്യും.
After reaching home, both of them sat or narrated the whole conversation happened to their family members. നടന്ന കോൺവെർസേഷൻ മൊത്തം അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് പറഞ്ഞു കേൾപ്പിച്ചു. All of them were very happy about the upcoming trip. ആ ട്രിപ്പിനെ കുറിച്ച് ആലോചിച്ച്, വരാൻ പോകുന്ന ട്രിപ്പിനെ കുറിച്ച് ആലോചിച്ച് അവർ ഭയങ്കര സന്തോഷം ആയി. Next Saturday, they started their journey at 7 a.m. to കന്യാകുമാരി ബീച്ച് റിസോർട്ട്. കന്യാകുമാരി ബീച്ച് റിസോർട്ടിലേക്ക് അവരുടെ അടുത്ത ആഴ്ച കറക്റ്റ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. They reached there around 1 p.m. They directly went to the hotel. Why? Because they have already booked the hotel rooms. Hotel rooms അവർ already ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. Since it was very hot, they decided to take rest up to evening. ഈവനിങ് വരെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അവർ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു, പക്ഷെ നമ്മൾ ഒരിക്കലും റെസ്റ്റ് എടുക്കരുത്. വി ഷുഡ് കീപ് പ്രാക്ടീസിങ്. നമ്മളെപ്പോഴും പ്രാക്ടീസ് കൊണ്ടിരിക്കുക. ഒരു പ്രശ്നവുമില്ല, തീർച്ചയായും നമ്മൾ സംസാരിക്കും. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ് അണ്ടിൽ മീറ്റ് അഗൈൻ.